പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ 41ാമത് സംസ്ഥാന പോലീസ് മേധാവിയായി 991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനും ആന്ധ്ര സ്വദേശിയുമായിട്ടുള്ള ശ്രീമാൻ റവാഡ ചന്ദ്രശേഖർ നിയമിതനായി. ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹം ചുമതലയേറ്റത്. അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നും വളരെ നല്ല പെരുമാറ്റത്തിന് ഉടമയാണെന്നും അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ പോലെ ആരോപണങ്ങളോ അച്ചടക്ക നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി എന്ന പദവിക്ക് സർവ്വഥാ യോഗ്യനാണ് എന്നുമാണ് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഞാൻ വാർത്തകൾ കണ്ടതും കേട്ടതുമൊക്കെ അങ്ങനെ തന്നെ. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് റവാഡ ചന്ദ്രശേഖർ എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയായുള്ള നിയമനത്തിലൂടെ തെളിയിക്കപ്പെടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ, അതായത് 2026 മെയ് മാസം വരെയുള്ള അടുത്ത 8 മാസക്കാലം പിണറായി സർക്കാരിൻ്റെ പോലീസിനെ നിയന്ത്രിക്കുന്നത് അമിത്ഷയും കൂട്ടരുമായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചില വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയത്താണ് ഈ പോലീസ് മേധാവി നിയമനം ഉണ്ടായിരിക്കുന്നത്. ഇനി 8 മാസമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ള കാലാവധി. ആ സമയത്താണ് സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറിൻ്റെ നിയമനം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് എന്ന് എൻ്റെ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, 3 പേരുടെ ചുരുക്കപ്പട്ടികയാണ് UPSC അവർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെറ്റ് ചെയ്തിട്ട് അവർ സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുത്തത്. ആ 3 പേരുടെ പേരിൽ നിന്നാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖറെ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 1ാം സ്ഥാനക്കാരൻ്റെ പേര് നിതിൻ അഗർവാൾ എന്നായിരുന്നു. അദ്ദേഹം കേരളത്തിലുണ്ട്. 2ാമത്തത് റവാഡ ചന്ദ്രശേഖർ ആയിരുന്നു. അദ്ദേഹം കേന്ദ്ര സർവീസിലായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. 3ാമത്തത് യോഗേഷ് ഗുപ്തയായിരുന്നു. ഈ 3 DGPമാരിൽ നിന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുത്തത്. അതിൽ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ആ DGPയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് അനഭിമതനായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും അനഭിമതനായിരുന്നു. നമുക്കറിയാം, PP ദിവ്യക്കെതിരെ ഈ നവീൻ ബാബു കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന PP ദിവ്യക്കെതിരെ കേസെടുക്കണം എന്ന് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്നപ്പോൾ തീരുമാനിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും യോഗേഷ് ഗുപ്ത അനഭിമതനായി. നിതിൻ അഗർവാളും കേരളത്തിലെ പോലീസ് സർവീസിലുണ്ടെങ്കിലും അദ്ദേഹം നേരത്തെ BSF ഡയറക്ടർ ആയിരുന്നുവെന്നും അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടി ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സ്ഥാനത്തേക്ക് അദ്ദേഹം യോഗ്യനല്ല എന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിഗമനം എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ളത് റവാഡ ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ആ ഔദ്യോഗിക ഭാഷ്യമാണ് സർക്കാർ മാധ്യമങ്ങളിലൂടെയെല്ലാം പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പത്രപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ തന്നെ റവാഡ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥനെ അങ്ങനെ വാനോളം പൂഴ്ത്തുന്നത് ഞാൻ കേട്ടതേ ഉള്ളൂ. ഇവിടുത്തെ എനിക്കിതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പറയാനുള്ളത്. റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ്. അദ്ദേഹം നല്ല പെരുമാറ്റത്തിന് ഉടമയാണ് എന്നാണ് കേൾക്കുന്നത്. അതും ചിലപ്പോൾ ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് രാഷ്ട്രീയമായി യാതൊരു കാരണവശാലും യോജിക്കാൻ പറ്റാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ എന്ന് പറയാനാണ് ഞാനിനി ശ്രമിക്കുക. കാരണം ഒരു ഉദ്യോഗസ്ഥൻ്റെ ഈ പറഞ്ഞതുപോലെ അയാളുടെ ഔദ്യോഗിക ജീവിതത്തിലെ ക്രെഡൻഷ്യൽ, അയാളുടെ പെരുമാറ്റം, അയാൾക്ക് അച്ചടക്ക നടപടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കി വെക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പരിഗണന. അത് മാത്രമല്ലല്ലോ രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും വലിയ പരിഗണന. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും TP സെൻകുമാറിനെ എന്തുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയാക്കിയില്ല? ഏറ്റവും സീനിയർ ആയിരുന്ന TP സെൻകുമാറിനെ ആക്കാതെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ലോകനാഥ് ബെഹ്റയെ ആക്കുകയും
അതിനെതിരെ ടി പി സെൻകുമാർ പിന്നെ സുപ്രീം കോടതി വരെ പോവുകയും ആ സുപ്രീം കോടതി വരെ പോയതിനെ തുടർന്ന് അദ്ദേഹത്തിന് വീണ്ടും നിയമനം കിട്ടിയ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം നല്ല സ്വഭാവവും ഈ പറഞ്ഞ പോലെ ഔദ്യോഗിക ജീവിതത്തിലെ നല്ല ക്രെഡൻഷ്യൽസും ഒക്കെ ആണെങ്കിൽ അന്ന് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ടി പി സെൻകുമാറിനെ പോലീസ് മേധാവിയാക്കേണ്ടതായിരുന്നു. പക്ഷെ ആക്കിയില്ല. കാരണം എന്താ? രാഷ്ട്രീയമായി ടി പി സെൻകുമാറിനോട്ടുള്ള വിരോധം എന്തായിരുന്നു കാരണം? 2012 ടി പി ചന്ദ്രശേഖരൻ ഈ വെട്ടും കുത്തുമേറ്റ് CPM ക്രിമിനലുകളുടെ വെട്ടും കുത്തുമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിന് സുദീർഘമായി നേതൃത്വം കൊടുക്കുകയും CPMന്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള പ്രതികളെ ഈ പറഞ്ഞ പോലെ പിടിക്കുകയും പിന്നീട് ശിക്ഷയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിലൊക്കെ തന്നെ ടി പി സെൻകുമാർ വലിയ പങ്ക് വഹിച്ചു എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് അന്ന് CPMന് ടി പി സെൻകുമാറിനുണ്ടായത്. അല്ലാതെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഏറ്റവും ഇംപെക്കബിൾ ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ടി പി സെൻകുമാർ. ആ ടി പി സെൻകുമാറിനെ ആക്കാതെ അന്ന് അയാളെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ലോകനാഥ് ബെഹ്റയെ ആക്കിയെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPMന് ടി പി സെൻകുമാറിനോട് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു. അങ്ങനെ അന്ന് ടി പി സെൻകുമാറിനെ ഒഴിവാക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചെങ്കിൽ ഇന്ന് ഒരു കാരണവശാലും റവാഡ ചന്ദ്രശേഖരനെ DGP ആക്കാൻ, പോലീസ് മേധാവിയാക്കാൻ അവർ അനുവദിക്കാൻ പാടില്ലായിരുന്നു. എന്താ കാരണം? 1994 നവംബർ 25-ന് കണ്ണൂരിൽ 5 DYFIയുടെ യുവാക്കൾ വെടിയേറ്റ് മരിച്ച കൂത്തുപറമ്പ് സംഭവമുണ്ട്. കൂത്തുപറമ്പ് സംഭവം. ആ കൂത്തുപറമ്പ് സംഭവത്തിൽ 5 പേരും വെടിയേറ്റ സംഭവത്തിൽ വെടിവെക്കാൻ ഉത്തരവ് നൽകിയത് അന്നത്തെ കണ്ണൂർ ASP ആയിട്ടുള്ള റവാഡ ചന്ദ്രശേഖർ ആയിരുന്നു. ആ റവാഡ ചന്ദ്രശേഖരനെതിരായിട്ട് CPMകാർക്കുള്ള വിരോധം ചെറുതല്ല. കാരണം 5 DYFIക്കാരെ വെടിവെച്ച് കൊന്ന ആ കേസിൽ പിന്നെ വെടിവെപ്പിന് ഉത്തരവാദിത്വം റവാഡ ചന്ദ്രശേഖർക്കായിരുന്നു. പിന്നീട് പത്മനാഭൻ നായർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ കൊണ്ടുവന്നു. ആ കമ്മീഷൻ പ്രതിസ്ഥാനത്ത് നിർത്തിയതിൽ പിന്നെ റവാഡ ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. MV രാഘവൻ മുതൽ റവാഡ ചന്ദ്രശേഖർ വരെയുള്ളവരെ പ്രതിയാക്കി അവർക്കെതിരെയെല്ലാം കൊലക്കുറ്റത്തിന് കേസെടുക്കുകയായിരുന്നു അന്ന് ചെയ്തത്. പിന്നീട് 1996 അധികാരത്തിൽ വന്ന നയനാർ സർക്കാർ. അപ്പോൾ നയനാർ സർക്കാർ 5 DYFIക്കാരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന ആളാണ് റവാഡ ചന്ദ്രശേഖർ. എന്ന് മാത്രമല്ല, റവാഡ ചന്ദ്രശേഖർ അന്ന് കോടതിയിൽ കൊടുത്തിട്ടുള്ള മൊഴിയൊക്കെ തന്നെ DYFIക്കും CPMനും ഒക്കെ ഒട്ടും പിന്നെ ഇഷ്ടപ്പെടുന്ന ആയിരുന്നില്ല. റവാഡ ചന്ദ്രശേഖർ അന്ന് കൊടുത്ത മൊഴിയിൽ എന്താ പറഞ്ഞത്? കൂത്തുപറമ്പ് അർബൻ ബാങ്ക് ശാഖ ഉദ്ഘാടനം ചെയ്യാനെത്തിയ MV രാഘവനെ തടയാനെത്തിയ DYFI നേതാക്കൾ MV രാഘവനെ ഞങ്ങൾ വിടില്ല, മന്ത്രി N രാമകൃഷ്ണനെ ഒഴിവാക്കും എന്ന് തന്നോട് പറഞ്ഞതായി റവാഡ ചന്ദ്രശേഖർ കോടതിയിൽ മൊഴി നൽകി. DYFIക്കാർക്കെതിരായിട്ടാണെന്ന് റവാഡ ചന്ദ്രശേഖർ മൊഴി നൽകി. അവരിൽ തിരിച്ചറിഞ്ഞ M സുരേന്ദ്രൻ, പനോളി വിൽസൺ, MV ജയരാജൻ തുടങ്ങിയ 8 പേരുടെ വിവരങ്ങളാണ് FIR അന്ന് ചേർത്തത് എന്ന് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. എന്ന് മാത്രമല്ല, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വെടിവെച്ചത് എന്ന് മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയൊക്കെ തന്നെ CPMന് വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായി CPM ഏറ്റവും കൂടുതൽ എതിർക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. പിന്നീട് റവാഡ ചന്ദ്രശേഖരനെ 2012 ഹൈക്കോടതി കുറ്റമുക്തനാക്കിയതൊക്കെ ഉള്ളത് ശരി തന്നെ. പക്ഷേ എങ്കിൽ പോലും പൊളിറ്റിക്കലായി ഏറ്റവും കൂടുതൽ CPM എതിർക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു എതിർപ്പുമില്ലാതെ വളരെ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു പ്രതിഷേധവുമില്ലാതെ പിന്നെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു സർക്കാരിന് വേണമെങ്കിൽ ഒരു ഇൻചാർജ് ഭരണം വേണമെങ്കിൽ നടത്താമായിരുന്നു. ഇൻചാർജ് DGPമാർ 6-7 സംസ്ഥാനങ്ങളിൽ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും മനോജ് എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള DGP ഉണ്ട്. അദ്ദേഹത്തെ വേണമെങ്കിൽ ഇൻചാർജ് DGP ആക്കാമായിരുന്നു. അദ്ദേഹം അതിന് തയ്യാറല്ല, അദ്ദേഹം അതിന് താല്പര്യമില്ല എന്നൊക്കെ സർക്കാരിനോട് പറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും പിണറായി സർക്കാരിന് മനോജ് എബ്രഹാമിനെ DGP ആക്കാമായിരുന്നു, ഇൻചാർജ് ആക്കാമായിരുന്നു. അദ്ദേഹത്തിന് 6 വർഷവും മറ്റോ ഇനി സേവന കാലാവധിയുണ്ട്. അപ്പോൾ 2 വർഷം വേണമെങ്കിൽ ഇൻചാർജ് ആക്കാമായിരുന്നു. സർക്കാർ മനോജ് എബ്രഹാമിനെ ആക്കിയില്ല. ADGP ആയിട്ടുള്ള MR അജിത് കുമാറിനെ പോലും പോലീസ് മേധാവിയാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം പിന്നെ ഒരു ഘട്ടത്തിൽ പിണറായി സർക്കാർ നടത്തിയതാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ CPMൻ്റെ രാഷ്ട്രീയമായിട്ട് വലിയ വിരോധമുണ്ടായിട്ടും 5 DYFI പ്രവർത്തകരെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതിയാണെന്ന് CPM തന്നെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് 8 മാസം മുമ്പ് കേരളത്തിലെ പോലീസ് മേധാവി എന്ന് പറഞ്ഞാൽ പോലീസ് സേനയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയിൽ എത്തിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്
നമ്മുടെ ചർച്ചയിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ഈ റവാഡ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഈ ഉദ്യോഗസ്ഥൻ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസ്ഥാനത്ത് നിയമിക്കപ്പെട്ട പോലീസ് മേധാവികളിൽ നിന്ന് വ്യത്യസ്തമാണ്. എങ്ങനെയാണെന്നറിയാമോ? കഴിഞ്ഞ ഒരു 8-10 വർഷക്കാലം കേരളത്തിൽ നിയമിക്കപ്പെട്ട പോലീസ് മേധാവികളെല്ലാം കേരള പോലീസ് കേഡറിലുള്ളവരായി. കേരള പോലീസ് കേഡറിലുള്ളവരായിരിക്കണം എന്ന് നിർബന്ധമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ കേരള പോലീസ് കേഡറിലുള്ളവരായിരുന്നു. ഉദാഹരണത്തിന് രമൺ ശ്രീവാസ്തവ, അതിനുശേഷം വന്ന ലോകനാഥ് ബെഹ്റ, അതിനുശേഷം വന്ന TP സെൻകുമാർ, അതിനുശേഷം വന്ന ഈ അനിൽകാന്ത്, അതിനുശേഷം ഇപ്പം ഇരുന്ന ദർവേഷ് സാഹിബ്, ഇവരെല്ലാവരും തന്നെ സംസ്ഥാന കേഡറിലുള്ളവരായിരുന്നു. അതിനു മുമ്പ് വന്ന ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് എനിക്കൊന്ന് UDF ഭരണകാലത്തോ മറ്റാണെന്ന് കേന്ദ്ര സർവീസിൽ നിന്ന് വരുന്നത്. ആ ബാലസുബ്രഹ്മണ്യം കേന്ദ്ര സർവീസിൽ നിന്ന് വന്നതിന് ശേഷം കേന്ദ്ര സർവീസിൽ നിന്ന് വരുന്ന ഒരാളാണ് റവാഡ ചന്ദ്രശേഖർ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഐക്യം എന്ന് പറയുന്നത് അവർ രണ്ടുപേരും കേന്ദ്ര സർവീസിൽ നിന്ന് വന്നു എന്നുള്ളത് മാത്രമല്ല, അതിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. സുബ്രഹ്മണ്യം വന്ന് കേന്ദ്ര സർവീസിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം എന്തോ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് തലപ്പത്തിരുന്നിട്ടാണ് അവിടുന്ന് DGP പോലീസ് മേധാവി എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ റവാഡ ചന്ദ്രശേഖറും സുബ്രഹ്മണ്യം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? വ്യത്യാസം എന്ന് പറഞ്ഞാൽ റവാഡ ചന്ദ്രശേഖർ കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് താല്പര്യമുള്ള ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വകുപ്പിലെ അത്യുന്നത പദവി വഹിച്ചിരുന്ന ഒരാളായിരുന്നു. അതാണ് പ്രധാനം. റവാഡ ചന്ദ്രശേഖരെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2007 മുതൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. കഴിഞ്ഞ 16 വർഷമായി കേന്ദ്ര IBയിലെ വിവിധ പദ്ധതികളിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം കേന്ദ്ര സർവീസിൽ നിന്ന് മാത്രമല്ല, അവിടുത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ ഇൻ്റലിജൻസ് ബ്യൂറോയിലെ വിവിധ ഉന്നത പദവികളിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? ഈ കഴിഞ്ഞ 14-ാം തീയതി, അതായത് 14/6/2025 ഈ റവാഡ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഇപ്പോൾ പോലീസ് മേധാവിയായി കേരളത്തിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥനെ, അയാൾ IBയിലെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു. IBയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു പദവിയിലായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തിനെ എന്ത് ചെയ്തു? പോസ്റ്റ് ഓഫ് സെക്രട്ടറി സെക്യൂരിറ്റി ഇൻ ദ ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് ആയിട്ട് നിയമിച്ചു. എപ്പോൾ? 14/6/2025 എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPGയുടെ അടക്കം തന്ത്രപ്രധാന വിഭാഗങ്ങളുടെ എല്ലാം ചുമതല നൽകിക്കൊണ്ട് ഈ കഴിഞ്ഞ 14/6/2025 അയാളെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി ബ്രാക്കറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന അത്യുന്നതമായിട്ടുള്ള ഒരു പദവിയിലേക്ക് ഈ 14/6/2025 നിയമിതനായ ഒരു ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. എന്ന് പറഞ്ഞാൽ മോഡി സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിലെ അത്യുന്നത പദവിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നിയമനം ലഭിച്ച റവാഡ ചന്ദ്രശേഖറാണ് ഇനി 8 മാസക്കാലം, തെരഞ്ഞെടുപ്പിന് 8 മാസക്കാലം മാത്രമുള്ളപ്പോൾ കേരളത്തിൻ്റെ പോലീസ് മേധാവിയായി വരാൻ പോകുന്നത് എന്ന് വരുമ്പോഴാണ് അടുത്ത 8 മാസം കേരളത്തിൻ്റെ പോലീസിനെ അമിത്ഷാ നിയന്ത്രിക്കും എന്ന് ഞാൻ പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞത്. പച്ചയ്ക്ക് ഞാനത് അങ്ങോട്ട് പറയുകയാണ്. അമിത്ഷായുടെ തീരുമാനപ്രകാരമാണ് വരുന്നത്. ആ അമിത്ഷായുടെ തീരുമാനപ്രകാരം വരുമ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ കൂടി, പിണറായി വിജയൻ്റെ കൂടി അറിവും സമ്മതം ഉണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം എന്താ? മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ മനോജ് എബ്രഹാമിനെ വെക്കാമായിരുന്നു. മനോജ് എബ്രഹാം സമ്മതിച്ചില്ലെങ്കിൽ മനോജ് എബ്രഹാമിനെ വേണമെങ്കിൽ പോലീസ് മേധാവിയായി ഇൻചാർജായിട്ട് വെക്കാമായിരുന്നു. 7 സംസ്ഥാനങ്ങളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. മനോജ് എബ്രഹാം പിണറായി വിജയനെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും കൂടിയാണ്. അതുകൊണ്ട് മനോജ് എബ്രഹാമിനെ വെക്കാമായിരുന്നു. മനോജ് എബ്രഹാമിനെ വെക്കാതെ CPMന് ശക്തമായ എതിർപ്പുള്ള ഒരു ഉദ്യോഗസ്ഥനെ കേരള പോലീസിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയിലേക്ക് നിയമിക്കണമെങ്കിൽ അതിന് പിണറായി വിജയൻ്റെ കൂടി അനുവാദം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഇനിയുള്ള 8 മാസക്കാലം കേരളത്തിലെ പോലീസിനെ റവാഡ ചന്ദ്രശേഖറിലൂടെ അമിത്ഷാ നിയന്ത്രിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ കുറിച്ച് വ്യക്തിപരമായി എനിക്ക് ആരും അപ്രത്യാസമില്ല. നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. നല്ല ക്രെഡൻഷ്യലുള്ള മനുഷ്യനാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. അച്ചടക്ക നടപടികളൊന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുമില്ല. പക്ഷേ റവാഡ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന് അയാളെ നിയന്ത്രിക്കുന്നത്, അയാളുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടുകൂടി
മോദി സർക്കാരിനെ നിയന്ത്രിക്കുന്ന അമിത്ഷാ ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അടുത്ത 8 മാസക്കാലം BJP ഒരുപാട് പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ ഓർത്തോണം. ഒരു അധികാരത്തിലേക്ക് ഇല്ലെങ്കിൽ പോലും കുറേ MLA-മാരെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം സംസ്ഥാനത്തുണ്ട്. അപ്പം ആ സമയത്ത് അമിത്ഷാ നിയന്ത്രിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ പോലീസ് മേധാവിയായാൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചോണം. അല്ലെങ്കിൽ തന്നെ പോലീസിൽ ഈ RSS വൽക്കരണം ശക്തമായി നടക്കുന്നുണ്ടെന്നുള്ളത് സംബന്ധിച്ച് എന്തുമാത്രം തെളിവുകളുണ്ട്. ഏറ്റവും അവസാനം MR അജിത് കുമാർ പിന്നെ തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമമുള്ള സമയത്ത് ഉറങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കിടന്ന് ഉറങ്ങിപ്പോയെന്ന് എങ്ങനെയുണ്ട്? പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമസമാധാന ചുമതല വഹിക്കേണ്ട ADGP വിളിച്ചപ്പോൾ ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. K. രാജൻ പലതവണ മന്ത്രി വിളിച്ചിട്ടും അദ്ദേഹം ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഉറങ്ങിയതല്ല, ഉറക്കം നടിച്ചതാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ല. ഉറങ്ങിപ്പോയി എന്ന് K. രാജൻ മന്ത്രി പോലും മൊഴി കൊടുത്തിരിക്കുകയാണ്. ഈ MR അജിത് കുമാറാണ് ദത്താത്രേയ ഹൊസബോളയെ കാണാൻ പോയത്. ദത്താത്രേയ ഹൊസബോൾ എന്ന് പറഞ്ഞ RSS നേതാവ് കഴിഞ്ഞ ദിവസം ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയണമെന്ന് പറഞ്ഞ ആളാണ്. അയാളെ കാണാൻ പോയ ADGP MR അജിത് കുമാർ ഇവിടെ ഇരിക്കുകയാണ്. അത് MR അജിത് കുമാറിൻ്റെ സ്വന്തം ഇഷ്ടത്തോടുകൂടി ചെയ്തായിരിക്കണമെന്നില്ല, പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ താല്പര്യം കൊണ്ടാണ് ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ ഇനിയുള്ള 8 മാസക്കാലം ഒരു സംശയവും വേണ്ട, പിണറായി വിജയൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി കേരളത്തിലെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് അമിത്ഷാ ആയിരിക്കും. അത് റവാഡ ചന്ദ്രശേഖറിലൂടെ ആയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് റവാഡ ചന്ദ്രശേഖറിൻ്റെ പോലീസ് മേധാവിയായിട്ടുള്ള നിയമനം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നത്.